നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 20. അവിടെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഡൈമീഥൈൽ ഗ്ലയോക്സൈം ഫോംസ് എ 6-മെമ്പേർഡ് കോവാലന്റ് കീലേറ്റ് വെൻ ട്രീറ്റഡ് വിത്ത് നിക്കൽ ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ പ്രസൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. സ്റ്റേറ്റ്മെൻറ്റ് 2, പ്രഷ്യൻ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കണ്ടെയ്ൻസ് അയൺ ബോത്ത് ഇൻ +2 and +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നാണ്. ഡൈമീഥൈൽ ഗ്ലയോക്സൈം ഒരു കീലേറ്റിംഗ് ലിഗാൻഡാണ്. റിങ് ഫോം ചെയ്യാൻ പറ്റുന്ന ലിഗാൻഡുകളാണ് നമ്മൾ കീലേറ്റ് ലിഗാൻഡുകൾ എന്ന് പറയുന്നത്. അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് നമുക്കറിയാം. പെർഷ്യൻ ബ്ലൂ കളർ, അതും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡയറക്റ്റ് പഠിക്കുന്നതാണ്. നൈട്രജൻ്റെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ലെസൈഗൻ ടെസ്റ്റിൽ നമ്മൾ പെർഷ്യൻ ബ്ലൂ പഠിക്കുന്നതാണ്. പെർഷ്യൻ ബ്ലൂവിന് കാരണമാകുന്ന കോംപ്ലക്സ് ആണ് Fe4 FeCN 6 times thrice. ഇതാണ്. അപ്പോൾ അവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ വെച്ച് വെച്ചാൽ കോംപ്ലക്സ് കോമ്പൗണ്ടിനകത്ത് അയണിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും പുറത്ത് നിൽക്കുന്ന അയണിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് പെർഷ്യൻ ബ്ലൂ കളറിൽ. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 1ലേക്ക് വന്നാൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം നിക്കൽ ക്ലോറൈഡുമായിട്ട് ചേർന്നിട്ട് ഒരു 6-മെമ്പേർഡ് റിങ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിങ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഡൈമീഥൈൽ ഗ്ലയോക്സൈമിൻ്റെ സ്ട്രക്ചർ. അയാൾ നിക്കൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ കാർബൺ നൈട്രജൻ നിക്കൽ. അപ്പം മൊത്തത്തിലൊരു 5-മെമ്പേർഡ് റിംഗ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. 6-മെമ്പേർഡ് റിംഗ് അല്ല. അയാൾ കോംപ്ലക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ശരി. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.